Hi students, welcome to LM Think. Today we are going to do the exercise questions of page 232, question number 7. 6 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് ഇനി 7ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 9 Geometry and Algebra. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Find the equation of the circle with the center at the origin and radius 5. Write the coordinates of 8 points on this circle. ഈ സർക്കിളിലെ എന്താണ് സർക്കിളിന്റെ സെന്റർ origin എന്ന് പറയുമ്പോൾ 0 0 center origin 0 0 and the radius 5. Write the coordinates of 8 points on this circle. ഇവിടെ നമുക്ക് എക്സ് വൈ എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ചെയ്യാം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ equals x minus 0 the whole square plus y minus 0 the whole square equals, that is radius square, x square plus y square is equal to r square, 5 square, or x1 minus x2 the whole square plus y1 minus y2 the whole square is equal to r square. അപ്പോൾ ഇവിടെ എന്താ കിട്ടും? x square plus y square is equal to 25 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ x square is equal to 25 minus y square. Therefore x is equal to root of 25 minus y square. ഇങ്ങനെയായിട്ട് നമ്മളിനി പോയിന്റ്സ് കൊടുക്കണം. ഓരോ പോയിന്റ്സും വൈക്ക് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എക്സ് കിട്ടും. വെൻ y is equal to 0, അപ്പോൾ എക്സ് എത്രയാവും? റൂട്ട് ഓഫ് 25 എത്ര? 5 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കോർഡിനേറ്റ് എന്ത് കിട്ടും? 50 എന്ന് കിട്ടും അല്ലേ? 50 എന്ന് കിട്ടും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് -50 എന്ന് കിട്ടും. ഇനി y is equal to 5 കൊടുക്കാം. അപ്പോൾ എക്സ് എന്ത് കിട്ടും? 25 minus 25 root of 0, that is 0. അപ്പോൾ നമുക്കിവിടെ കോർഡിനേറ്റ് എന്ത് കിട്ടും? 0 5 എന്നും അടുത്ത സൈഡ് 0 -5 എന്നും കിട്ടും. രണ്ട് സൈഡും ഇല്ലേ? ഇനി അടുത്തത് നമുക്ക് വൈക്ക് 3 എന്ന് കൊടുക്കാം. അപ്പോൾ റൂട്ട് ഓഫ് 16, 3 square 9, 25 minus 9 is 16, root 16 is 4. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? 4 3, മറുവശത്ത് എന്താണ് കിട്ടുക? 4 3 തന്നെ. x is equal to 4, നമുക്ക് x അല്ല y. when y is equal to 4, അപ്പോൾ x എത്ര കിട്ടും? 16 root of 9, that is 3. അപ്പോൾ നമുക്കിവിടെ കോർഡിനേറ്റ്സ് എന്ത് കിട്ടും? 3 4 3 -4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 8 കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ? 50 -50 0 5 0 -5 4 3 4 3 3 4 3 4 3 -4 3 3 4 3 -4. ഇവിടെ 4 3 4 3 അല്ല, 4 -3 വരും. 4 3 4 -3. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 8 പോയിന്റ്സ് കിട്ടുന്നത്. സർക്കിളിലെ 8 പോയിന്റ്സ് ഇതൊക്കെയാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. 8ാമത്തെ ചോദ്യം. Prove that if xy be a point on the circle with a line joining 0 1 and 2 3 as diameter, then x square plus y square minus 2x minus 4y plus 3 is equal to 0. Find the coordinates of the points where this circle cuts the axis. അപ്പോൾ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? 0 1 2 3 എന്ന പോയിന്റ്സ് ജോയിൻ ചെയ്തുണ്ടാകുന്ന ലൈനിലെ ഒരു പോയിന്റ് ആണ് എക്സ് വൈ എങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് ഡയമീറ്റർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കണം, റേഡിയസ് കണ്ടുപിടിക്കണം. എന്നിട്ട്
പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ് ദ പോയിന്റ്സ് വേർ ദിസ് സർക്കിൾ കട്ട്സ് ദ എക്സ് ആക്സിസ്. അക്ഷങ്ങളെ കട്ട് ചെയ്യുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും സർക്കിൾ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം എന്താണ് സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കാം. ആസ് 0, 1 and 2, 3 are points joining the diameter. Points joining the diameter. ഇപ്പം എങ്ങനെയാ മനസ്സിലാക്കണമല്ലോ? അതാ ഇങ്ങനെ ഡയമീറ്റർ ജോയിൻ ചെയ്ത രണ്ട് പോയിന്റ് എന്താണ് 0, 1, 2, 3. അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം സെൻറ്റർ കിട്ടും അല്ലേ? അതായത് 0 + 2/2 1 + 3/2. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സെൻറ്റർ ആയിരുന്നു അല്ലേ? ഇവിടെ നമുക്ക് സെൻറ്റർ എന്ന് എഴുതാം. സെൻറ്റർ ഈക്വൽസ് center equals 2/2 is 1, 4/2 is 2. സെന്റർ നമുക്ക് കിട്ടി 1, 2 എന്ന് കിട്ടി. സെന്റർ 1, 2. ഇനി നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് ഈക്വൽസ് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക. √1 - 0 ഹോൾ സ്ക്വയർ പ്ലസ് പറഞ്ഞോ 2 - 1. ഇവിടെ 2 അല്ലേ വന്നിരിക്കുന്നത്. 2 - 1 the whole square equals 1 - 0 is 1 square. 1 square plus 2 - 1 is 1 square. 1 square plus 1 square that is √2. നമുക്ക് റേഡിയസ് √2 എന്ന് കിട്ടും. ഇനി XY ഈ ലൈനിലെ ഒരു പോയിന്റ് ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിച്ച് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം if XY lies on this line or on the circle, the equation എന്താണ്? XY ഇതിനകത്തുണ്ടെങ്കിൽ x - 1 the whole square plus y - 2, അതായത് സെൻറ്ററിൻ്റെ ആണ് 1 ഉം 2 ഹോൾ സ്ക്വയർ equals radius square √2 square. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? x² - 2x + 1 plus y² - 4y plus 4 equals 2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² plus y² - 2x minus 4y. ഇവിടെ നോക്കിക്കേ, ഈ 2നെ പുറത്തോണ്ട് വരുമ്പോൾ 4 - 2 2 + 1 3 എന്ന് കിട്ടും. +3 = 0. ഇത് തന്നെയല്ലേ ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്ത് x² + y² - 2x - 4y + 3 = 0. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് സെക്കൻഡ് പാർട്ട്? രണ്ടാമത്തെ പാർട്ട് എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് വെയർ ഇറ്റ് കട്ട്സ് ദ ആക്സിസ്. എനി പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് y കോർഡിനേറ്റ് ഈസ് 0. അതായത് x0 എന്ന് എടുക്കണം. എനി പോയിന്റ് ഓൺ ദ y ആക്സിസ് എക്സ് കോർഡിനേറ്റ് ഈസ് 0. അപ്പോൾ 0 y എന്ന് എടുക്കണം. ഞാൻ ഇതങ്ങ് മായ്ക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഇനി സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നു. നോക്കിക്കേ, അപ്പം let x0 be any coordinate on the any point on the x-axis is y coordinate 0. അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്താ എഴുതാം? x0 ഇതല്ലേ ക്വസ്റ്റ്യൻ. let x0 be the coordinate which intersects
which intersect the x-axis. Then അപ്പോൾ വൈക്ക് എന്ത് കൊടുക്കും? 0 കൊടുക്കും അല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഇക്വേഷൻ തന്നെയല്ലേ? എക്സ് സ്ക്വയർ y 0 മൈനസ് 2x പ്ലസ് 3 is equal to 0 എന്ന് കിട്ടും. ഇത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ ഈസ് 4 minus 4 is 4 into 3 12 by 2 equals 2 plus or minus root of minus 8 എന്ന് വരും by 2. അപ്പോൾ നമുക്ക് എന്താ പറയാം? This circle cannot intersect the x-axis. This circle ഇങ്ങനെ ഒരു വാല്യൂ അല്ലേ നമുക്ക് വന്നിരിക്കുന്നത്. This circle cannot be intersected. This circle cannot intersect x-axis. ഇനി നമുക്ക് y ആക്സിസിൽ കട്ട് ചെയ്ത് നോക്കണം. y ആക്സിസിലെ ഒരു പോയിന്റ് ആണെങ്കിൽ 0y. Let us 0y be a point on the y axis. Then അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എന്താ കിട്ടും? y സ്ക്വയർ മൈനസ് 4y വരും അല്ലേ? 4y പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? y മൈനസ് 3ഉം y മൈനസ് 1ഉം equal to 0 എന്ന് വരുന്നുണ്ട്. മൈനസ് 3 ഇൻറ്റു മൈനസ് 1 എത്ര? പ്ലസ് 3. മൈനസ് 3 പ്ലസ് മൈനസ് 1 ഈസ് മൈനസ് 4. അപ്പോൾ നമുക്ക് ഇവിടെ കോർഡിനേറ്റ്സ് കിട്ടും. എന്താണ് ഇവിടെ എത്ര വാല്യൂസ്? y is equal to 3, y is equal to 1. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ്സ് എന്തൊക്കെ വരും? 0 1ഉം x 0 അല്ലേ? 0 1 ആൻഡ് 0 3. മനസ്സിലായല്ലോ? അപ്പം എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല, വൈ ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യും. ഓക്കെ, എട്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. 9ാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഷോൺ ഹിയർ? ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഒരു സർക്കിള്, രണ്ട് ആക്സിസ്, രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. O എന്ന് പറയുമ്പോൾ ഒറിജിൻ 0 0 എക്സ് കോർഡിനേറ്റ്, 0 2 4 0. നമുക്കത് ജോയിൻ ചെയ്യാം. ഇത് സെന്റർ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ആണിത്. ഡയമീറ്റർ ഈക്വൽസ് റൂട്ട് ഓഫ് രണ്ടടുത്ത് ഓരോ 0 ഉണ്ട്. 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഈക്വൽസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ 4, 4 പ്ലസ് 4 സ്ക്വയർ 16, റൂട്ട് 20 ഈക്വൽസ് 2 റൂട്ട് 5. ഇനി നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. ഇതിന്റെ പകുതി ആയിരിക്കും. റേഡിയസ് ഈക്വൽ 2 റൂട്ട് 5 ബൈ 2, ദാറ്റ് ഈസ് റൂട്ട് 5. ഇനി സെന്റർ കണ്ടുപിടിക്കണം. ഇതിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. എന്താണ്? 0 പ്ലസ് 4 ബൈ 2, 0 പ്ലസ് 4 ബൈ 2, 2 പ്ലസ് 0 ബൈ 2. ഇപ്പൊ എത്ര കിട്ടും? സെന്റർ എത്ര കിട്ടും? 4 ബൈ 2 ഈസ് 2 1 എന്ന് കിട്ടും അല്ലേ? 2 1 സെന്റർ കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. എക്സ് വൈ അതിൻ്റെ അകത്ത പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 the whole square is equal to r square, that is root 5 square. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പാൻഡ് ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y
plus 1, the root 5 square is 5, minus 5 equal to 0. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇവിടെ എത്ര വരും? ഓ ഇവിടെ 4x ആയിരുന്നു, സോറി. 2 square 2ab, that is 4x, minus 4x minus 2y. ഇവിടെ നോക്കിയാൽ 4 plus 1 5, minus 5 0. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇതാണ് കിട്ടുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 2y ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും തീർന്നു. അപ്പോൾ 3 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്തു. 3 വളരെ എളുപ്പമല്ലേ? മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതായത് ഈ 3 ചോദ്യങ്ങളും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, പറഞ്ഞു തരുന്നതായിരിക്കും. കൂടാതെ ഈ ലെസൺ തന്നെ നമുക്ക് തീർന്നിരിക്കുകയാണ്. വളരെ എളുപ്പമുള്ളൊരു ലെസണാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ലെസൺ, അതായത് പോളിനോമിയൽസ് എന്ന ലെസണുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. ഓക്കെ.